തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ ചെറിയ തോതിൽ സംഘർഷത്തിൽ കലാശിരിക്കുകയാണ്. KSRTC ബസ്സിൽ ആര്യ രാജേന്ദ്രനെ പരിഹസിക്കുന്ന പോസ്റ്റർ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. മേയറുണ്ട് സൂക്ഷിക്കുക എന്നുള്ള പോസ്റ്ററാണ് ഇപ്പോൾ KSRTC ബസ്സിൽ പതിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് രാവിലെ പ്രതിഷേധ പരിപാടികളുമായി നീങ്ങിയത്. മേയറുണ്ട്, ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പോസ്റ്റർ പറയുന്നത്. അതിൽ പലരോട് വിശദാംശങ്ങളുമായി അതിലെന്താണ് സംഭവിക്കുന്നത്? ഈ സമരത്തിന് ശേഷം ഇതുവഴി പോകുന്ന KSRTC ബസ്സുകൾ തടഞ്ഞു നിർത്തി എന്ന നിലയിൽ ഡ്രൈവറോട് മേയർ ഇതുവഴി എങ്ങാനും പോകുന്നെങ്കിൽ ഒരു തരത്തിൽ സൈഡ് കൊടുക്കാതിരിക്കരുത്, നിങ്ങളുടെ ജോലി തെറിക്കും എന്ന തരത്തിലൊരു ഉപദേശം കൂടി നൽകി വിടുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഒപ്പം ബസ്സുകളിൽ ഇതുവഴി പോകുന്ന KSRTC ബസ്സുകളിൽ മേയറുണ്ട് സൂക്ഷിക്കുക എന്ന തരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഒരു പോസ്റ്ററും പതിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഒരു വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുന്നത്. മതി നമ്മൾ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരമാണ്. നമ്മൾ അതിശക്തമായ, നമുക്കറിയാം, പോലീസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിന്മേൽ കേസെടുക്കാത്ത ഇടതുപക്ഷത്തിനോട് വിധേയത്വം കാണിക്കുന്ന ഈ CPM-ന്റെ അനുകൂല നിലപാട്, പോലീസിൻ്റെ അനുകൂല നിലപാടിനെതിരെ അതിശക്തമായ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും. ഇത്തരത്തിലുള്ള, നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ ഹാങ് ഓവർ വിടാതെ മേയറുടെ ഭർത്താവ് നടത്തുന്ന നടു റോഡിൽ നടത്തുന്ന യാത്രക്കാരെ തടഞ്ഞുകൊണ്ട് നടത്തുന്ന റോഡ് ഷോ, അത് എല്ലാ രീതിയിലും യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കും. ആ ചെറുപ്പക്കാരന് നീതി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പോരാടും. അതുമാത്രമല്ല, ഏറ്റവും ഗുരുതരവും അപകടകരവും എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, മേയർ, നഗരമാതാവ് എന്നറിയപ്പെടുന്ന ആ മേയർ പോലും ഒരു ചെറുപ്പക്കാരന് നേരെ കളവ് പറയുകയാണ്. തനിക്ക് സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ലൈംഗികമായ അധിക്ഷേപം നടത്തി എന്ന കളവ് പറയാണ്. എവിടെയാണ് മേയർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച തെളിവുകൾ? ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞല്ലോ ഇവിടെ അവൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു, അവൻ കള്ള് കുടിച്ചു എന്നെല്ലാം പറഞ്ഞല്ലോ. എന്തെങ്കിലും ഒരു തെളിവ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ആ ഡ്രൈവർക്കെതിരെ അവർക്ക് പുറത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പകരം മേയറിന്റെ ഗുണ്ടാ സംഘങ്ങളും ആ ബസ് തടയുന്നതും സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ടതുമുള്ള ചിത്രങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? KSRTC ഡ്രൈവർമാർക്ക് എന്ത് തരത്തിലുള്ള ഉപദേശം കൊടുത്തത്? ഞങ്ങൾ ഉപദേശം നൽകുന്നത്, ഇത് മേയറിന്റെ കുടുംബവും പോകുമ്പോൾ ബസ് ഒതുക്കിയിട്ട് മേയറിന്റെ കുടുംബത്തിന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒതുക്കി കൊടുക്കണം. അങ്ങനെ യാത്രക്കാർ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, മേയറിന്റെ കുടുംബവും സുഖമായിട്ട് സഞ്ചരിക്കട്ടെ. അതുമാത്രമല്ല, ഇനി ഏതെങ്കിലും കാരണം വെച്ചാൽ മേയറിന്റെ കുടുംബത്തിലോ ആരോ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കുറുകെ കൊണ്ട് നിർത്തിയിട്ട് നിന്റെയെങ്കിലും ആരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചാൽ, ഈ ശമ്പളത്തിന്റെ കാര്യം മാത്രം നിങ്ങൾ ചോദിച്ചു കളയില്ല, ശമ്പളം തന്നതിന് ശേഷം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാവൂ എന്നൊന്നും ചോദിച്ചു കളയില്ല എന്നാണ് ഡ്രൈവറോട് ഞങ്ങൾ ഉപദേശിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ ഏറ്റവും അപകടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു മേയർ, മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു മേയർ പച്ചക്കള്ളം ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് ഇത് തന്നെയാണ് ഒരു മേയറെ പരിഹസിക്കുന്ന രൂപത്തിലാണ് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നഗരസഭയുടെ കവാടത്തിൽ ഈ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ വെച്ച ബോർഡാണ്. നഗരസഭയുടെ ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതിന് മുകളിലാണ് ഓവർടേക്കിംഗ് നിരോധിത മേഖല, മേയറുണ്ട് സൂക്ഷിക്കുക എന്നീ വാചകങ്ങൾ പതിപ്പിച്ച ഒരു ബോർഡ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നേരത്തെ സംസാരിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ്. ഇതിനുശേഷം ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധത്തിന് ശേഷം ഇതുവഴി പോയ KSRTC ബസ്സുകൾ തടയുകയും അതിൻ്റെ ഡ്രൈവർമാർക്ക് ഒരു ഉപദേശം നൽകുകയും ചെയ്യുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മേയറോ കുടുംബമോ വന്നാൽ ഒരിക്കലും സൈഡ് കൊടുക്കാതിരിക്കരുത്, സൈഡ് കൊടുത്ത് അവരെ കടത്തിവിടുക, അല്ലെങ്കിൽ അവരുടെ ജീവിതവും പണിയും പോകും എന്നാണ് ഉപദേശമായി നൽകിയത്. അതിനുശേഷം KSRTC ബസ്സുകളിൽ മേയറുണ്ട് സൂക്ഷിക്കുക എന്ന ഒരു പോസ്റ്ററും പതിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു പരിഹാസ്യം നിറഞ്ഞ ഒരു വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പലരോടാണ് വിശദാംശങ്ങൾ നൽകിയത്.